അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി, ഇടക്കിടക്ക് ഇങ്ങനെ കുറച്ച് ബിസി ആയി പോകുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആവോലി ബിരിയാണിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല കിണ്ണം കാച്ചിയ പോലത്തെ നെയ്യപ്പം വെള്ളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 2 പാക്കറ്റ് വെല്ലം എടുത്തിട്ടുണ്ട്. വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര കേട്ടോ, അത് നല്ലോണം മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതാ ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോയത്. എനിക്കിത് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല, ഉമ്മാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതാ നമ്മൾ 2 പാക്കറ്റ് വെല്ലം എടുത്തിട്ടുണ്ട്, അത് നല്ലോണം മെൽറ്റാക്കി എടുത്തിന്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള പച്ചരിയെല്ലാം തലേന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉമ്മ ആവശ്യത്തിനുള്ള ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ പോലെ നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട്. അതിൽ നല്ലോണം ഇതാ ആവശ്യത്തിന് 2 കപ്പോളം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവരാറ്. അപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിപൊളിയിൽ ഉണ്ടാക്കല. അന്ന് മാത്രമല്ല ഉമ്മാൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ, അപ്പോൾ ഓർക്കും കുറച്ച് കൊണ്ടു കൊടുക്കുക. നമ്മൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച്. ആരാണ് ലൈഫിൽ ചേഞ്ച് ആഗ്രഹിക്കാത്ത ആളുള്ളത്? അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച്. മാത്രമല്ല നമുക്ക് പിന്നെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവിടെ പോയി നിന്നത്. അത് നമുക്ക് വഴിയെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ ലെങ്തി ആയിപ്പം. അങ്ങനെ ബാറ്ററിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉമ്മ അത് ആഡ് ചെയ്ത് കൊടുത്തിന്. പിന്നെ ഇതാ നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ഇതാ ശർക്കര മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ലൂസ് ഒന്ന് കണക്കാക്കിയിട്ട് വേണം അതൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര എപ്പോഴും അരിച്ചിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ കുറേ കച്ചറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ അതൊക്കെ നോക്കിയിട്ട് ഉമ്മ ഇതാ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതാ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതാ തേങ്ങാ കൊത്താണ്. അപ്പോൾ ഇതാ ഇത് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട്. പിന്നെ ഇതാ നമ്മൾ ബ്ലാക്ക് എള്ളെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എന്ത് ചെയ്യുക, നല്ലോണം ഗീയിൽ വറുത്തിട്ടെടുക്കുക. അപ്പം നല്ല അടിപൊളി ഫ്ലേവറാണ് നമ്മുടെ നെയ്യപ്പത്തിന് ഉണ്ടാവുക, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സംഭവം ഉണ്ണിയപ്പത്തിൻ്റെ അതേ ബാറ്റർ തന്നെ, ഇത് നമ്മൾ കടായിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് മാത്രം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം കുറേ നല്ല കമൻസ് എല്ലാം വന്നിട്ടുണ്ട്, കല്യാണ വീഡിയോസിനും പിന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോ എല്ലാം എല്ലാവരും കണ്ട് നല്ല അഭിപ്രായമെല്ലാം പറഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായി കാണാൻ, കണ്ടിഷ്ടമായ ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ കമൻസ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി എന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഗീയിൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ചെറിയ ജീരകവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ആ നെയ്യിൽ വറുക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഇതാ നല്ലോണം കലക്കി ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ ഇതാ നമ്മൾ നല്ലോണം ഉമ്മ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉമ്മ ചുട്ടെടുത്ത് അവർക്ക് കൊണ്ടുപോകേണ്ടത്, ബാക്കി ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ ഓരോന്നേ ചുട്ടെടുത്തിട്ട് നമ്മൾ കഴിച്ചിട്ട് അന്ന് വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ. അന്ന് സ്കൂളിൽ മീറ്റിംഗും ഉണ്ട്. അപ്പോൾ വൈകിട്ടാണ് മീറ്റിംഗ്. അപ്പോൾ നമ്മുടെ സൊഹാറിലാണ് സ്കൂള് ഷെസൂൻ്റെത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശിനാസിലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ അടുപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ 7 മണിയാകുമ്പോൾക്ക് നമുക്ക് അവിടെ എത്താനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ വേഗം തന്നെ ചുട്ടിട്ട് ബാക്കി ബാറ്റർ നമ്മൾ വന്നിട്ട് ചുടാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ഭാഗം ചുട്ടിട്ട് നമ്മളിതാ പാർസലാക്കി എടുത്തിട്ടുണ്ട്. 5:30 മണിയായപ്പോൾ ഇക്ക വന്ന് പിന്നെ വേഗം തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നമ്മളങ്ങനെ പോകലാണ്. ഇക്ക പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഞാനും ഉമ്മയും ഷെസും കൂടി അവിടെ നിൽക്കും. പിന്നെ നേരെ സ്കൂളിലാണ് പോയത്. അതിനുശേഷം നമ്മൾ ആമാൻ്റെ വീട്ടിലേക്ക് പോയി. സ്കൂളിലെ വീഡിയോ ഒന്നും ഞാൻ പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല, കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പേരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആമാൻ്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാം ഇവിടുന്ന് കളിക്കലാണ്. ഫ്ലാറ്റല്ല, ഇത് വില്ലയാണ് കേട്ടോ. താഴെ ഒരു ചെറിയൊരു റൂമുണ്ട്, പിന്നെ ബാത്റൂം, പിന്നെ കിച്ചന്, മേലെയാണ് 3 ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഉമ്മയും ആമയും കൂടി ഇവിടുന്ന് സൊറ പറയലാണ്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം TV ഒക്കെ കണ്ട് പിന്നെ കുട്ടികളെല്ലാം പാർക്കിൽ പോയി കളിക്കലാണ്. ഇവിടെ ചെറിയൊരു പാർക്ക് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ മറ്റുള്ള വില്ലയിലുള്ള കുട്ടികളെല്ലാം ഉണ്ടാവും. അപ്പോൾ നല്ല ഒച്ചപ്പാടാണ്. അപ്പോൾ ഇതാ ആപ്പ വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ ആപ്പാൻ്റെ ഷോപ്പിലാണ് കേട്ടോ ഇക്ക വർക്ക് ചെയ്യുന്നത്, വേറെ ബ്രാഞ്ചിൽ.
അങ്ങനെ നമ്മളെല്ലാവരും കൂടി അടിപൊളിയിൽ ഫുഡൊക്കെ കഴിച്ച് ദോശയും ചപ്പാത്തിയും മീൻ കറി ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ പിറ്റേന്ന് ഫ്രൈഡേ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കുക്കർ ചിക്കൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ മസാല എല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നേക്ക് നല്ല അടിപൊളിയായിട്ട് പിടിക്കുമല്ലോ. അതിനും വേണ്ടിയിട്ട് ഇതാ പിന്നെ ആമാൻ്റെ മകൻ്റെ വൈഫ് ഇതാ അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പം എന്നോട് വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ വീഡിയോ എടുക്കലാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെയ്യപ്പം അല്ല കെട്ടുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉമ്മാൻ്റെത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ നമ്മുടെ അടുത്ത റെസിപ്പീൻ്റെ ഇതാ കുക്കർ ചിക്കൻ ഇതാ ഫുള്ളായിട്ട് എടുക്കണം. ഇതിന് നല്ലോണം അപ്പുറം ഇപ്പുറം എല്ലാം നല്ലോണം വരയിട്ട് കൊടുക്കാം, മസാല എല്ലാം ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കുന്നുണ്ട് മസാലക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം മാഗ്നേഷൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിറ്റേന്നേക്ക് നല്ല അടിപൊളിയായിട്ട് ചിക്കനിൽ പിടിക്കും. മസാലക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 10-20 പച്ചമുളക് എടുത്തിന് അവരവരെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 2-3 ഫുള്ളായിട്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 3 സ്പൂണോളം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ പുളിയുള്ള തൈരൊന്നുമല്ല. ആരെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇല്ലേ നല്ല സുഖമാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ കുക്ക് ചെയ്യും വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ടൈമെല്ലാം പോകും, ഭയങ്കര മെനക്കെട്ടൊരു പണിയാണ്. ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഇതാ 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ ഇതാ എനക്കൊരു കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്യലാന്ന്. അപ്പോൾ 4 ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇതാ നല്ല ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ബാക്ക് ടു നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് കുറേ ഐറ്റംസ് മിക്സിയിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അരച്ചിതാ നല്ല ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും പുതിനയെല്ലാം ഇട്ടിട്ടുണ്ട്, അതാണ് ഈ ഗ്രീൻ കളർ വന്നിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മളിതാ വലിയ 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതാ നമ്മൾ കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് എല്ലാം കൂട്ടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു 4 ചിക്കനോളം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ നല്ലോണം ഇതിൻ്റെ ഇട്ട ഭാഗത്തെല്ലാം നല്ലോണം പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് കുറേ ലെങ്തി ആയിപ്പോൾ. അങ്ങനെ 2 ദിവസം ഇവിടെ നിന്നല്ലേ, അപ്പോൾ ഇവിടുത്തെ ആമാൻ്റെ വീട്ടിലെ നമുക്ക് വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിലും കൂടി കാണാം. അങ്ങനെ കുട്ടീനെ കുളിപ്പിച്ചെടുക്കുന്ന മാതിരി നമ്മളെ ചിക്കൻ കുട്ടനെ കുളിപ്പിച്ച് മൊഞ്ചാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചിക്കനും മസാലയൊക്കെ തേച്ച് മൊഞ്ചാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോകലാണ്. അപ്പോൾ മേലെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഉമ്മയും നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് കിടന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയല്ലോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.